സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം. രാവിലെ ഉണരുമ്പോൾ ഞാൻ ഭാഗ്യമുള്ള നിശ്ചയം, എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാൾ അടുപ്പം. ഇതിനകത്ത് ഭക്തന്മാരുണ്ട്, ഇതിനകത്ത് ഭക്തകളുണ്ട്. സ്തോത്രം, സ്തോത്രം, ആമേ, സ്തോത്രം. ഇനിയും ആമേ, സ്തോത്രം, ദൈവകൃപയിൽ വരുവാൻ ആമേ ചില വ്യക്തികൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പ്രത്യാശയിൽ വരുവാൻ ചിലരിപ്പുണ്ട്. അവർ പ്രത്യാശയിലേക്ക് വരിക. നാശത്തിലേക്ക് പോകുന്ന വാതിൽ, വിശാലതയേറിയ വാതിലാ സഹോദരി, സഹോദര. ആമേ, ജീവനിലേക്ക് പോകുന്ന വാതിൽ, അത് ഇടുക്കവും ഞെരുക്കമുള്ളത്. നീ എത്ര കേട്ടിട്ടും പൊട്ട അണലി പോലെ ആകാതെ, ചെവിയടഞ്ഞ പൊട്ട അണലി പോലെ ആകാതെ, ആമേ, സ്തോത്രം, ചെവികളെ തുറക്ക്, കണ്ണുകളെ തുറക്ക്, ഉൾക്കണ്ണുകളെ തുറക്കട്ടെ. ആമേ, നിത്യത നീ പ്രാപിച്ചെടുക്കുവാൻ ദൈവം നിന്നെ ഒരുക്കട്ടെ. അതേ, സ്തോത്രം. ദൈവമക്കൾ, സ്തോത്രം, ഒന്നിനെ കൊണ്ട് പതറാത്തതിന് കാരണമുണ്ട്. അവർക്കറിയാം എനിക്കായി ഒരു പുത്തൻ യെരൂശലേം നഗരം ഒരുക്കിയിട്ടുണ്ട്. എനിക്കായി ഒരു സമ്പത്ത് ഉയരെ സ്വർഗനാടതിൽ ഒരുക്കുന്നുണ്ട്, ഒരുക്കുന്നുണ്ട് യേശുനാഥൻ. എനിക്കായി ഒരു സമ്പത്ത് ഉയരെ സ്വർഗനാടതിൽ ഒരുക്കുന്നുണ്ട്, ഒരുക്കുന്നുണ്ട് യേശുനാഥൻ. അന്യനാണു സാധുന ഇവിടെ പരദേശിന, അന്യനാണു സാധുന ഇവിടെ പരദേശിന. വീടെനിക്കുണ്ടുയരത്തിൽ ലോകമെനിക്കുള്ളതല്ല, വീടെനിക്കുണ്ടുയരത്തിൽ ലോകമെനിക്കുള്ളതല്ല. എനിക്കായൊരു സമ്പത്ത് ഉയരെ സ്വർഗനാട്. എത്ര പേർക്ക് സമ്പത്തുണ്ട്? അവർക്ക് പാടാം, ചേർന്ന് പാടാം. ഇവിടെ ആമേ സമ്പാദിച്ചത് ഒന്നും കൊണ്ടുപോകത്തില്ല, എത്ര വാരിക്കൂട്ടിയാലും കൊണ്ടുപോകത്തില്ല. അതുകൊണ്ട് ആ ദൈവത്തിനെ പഠിപ്പിക്കുന്നത് നിർമ്മല തങ്കം വീതിയിൽ തൂങ്ങിക്കിടക്കുന്നു, സ്വർണം മലം പോലെ നീ വലിച്ചെറിയും. സ്തോത്രം. ഇതൊക്കെ ആമേ, സ്തോത്രം, ചപ്പും കുപ്പയും എന്ന് പൗലൂസിന് അറിയാമായിരുന്നു. ആമേ, അതുകൊണ്ട് അവൻ ആ വെളിപ്പാട് ലഭിച്ചതിനാല് ആമേ, സ്തോത്രം, അവന് ഒരു ശ്രേഷ്ഠകരമായ പദവിയിലേക്ക് എത്തിച്ചേരുവാനായി കഴിഞ്ഞു. അടുത്ത ഭാഗം അതാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇവിടെ നമ്മൾ സമ്പാദിച്ചതൊന്നും കൊണ്ടുപോകത്തില്ല.
ഇവിടെ സമ്പാദിച്ചത് സ്തോത്രം അതിന്റെ ഓഹരി ദൈവത്തിന് കൊടുത്തുവെങ്കിൽ, ദശാംശവും വഴിപാട് കർത്താവിന് അർപ്പിച്ചുവെങ്കിൽ, നമ്മുടെ നീതി പ്രവൃത്തി നമ്മെ പിന്തുടരുമെന്നാണ്. നമ്മൾ എന്താ നീതി പ്രവൃത്തി ചെയ്തത്, അതാ നമ്മെ പിന്തുടരുന്നത്. ഇവിടെ നമ്മൾ കെട്ടിയതൊന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല, എല്ലാം ഇവിടെ ഇട്ടേച്ചു പോകും. സ്തോത്രം. അതുകൊണ്ടാ പാട്ടുകാരൻ പാടിയത്, കെട്ടിയ വീടും ദിനം പൊരുളും കണ്ടിടുവരും, കെട്ടിയ വീടും നിലം പൊരുളും കണ്ടിടുവരും, കൂടുവിട്ടോരും ജീവൻ പോയാ കൂടെ വരാതെ പേർ വിടുവിൻ, വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനുഷ്യൻ പലപ്പോഴും മസിൽ പിടുത്തം പിടിക്കാറുണ്ട്. ഞാൻ എല്ലാം കൊണ്ടുപോകും, ഞാനിവിടെ ഒത്തിരി വർഷം ജീവിക്കും, ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടും, അനേകരെ തകർക്കും, ഞാൻ ചിന്തിച്ചത് എന്തും ഞാൻ നേടിയെടുക്കും എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് കാണുവാനായി കഴിയും. നമ്മൾ ആരും അങ്ങനെയല്ല, നമുക്കറിയാം കൃപയാലത്രേ കർത്താവ് നമ്മെ നിർത്തിയതെന്ന്. അതുകൊണ്ട് മനസ്സിലാക്കണമേ, ഇവിടെ ആരും മാസിന് പിടിക്കരുത്. ജീവിതം ക്ഷണനേരം മാത്രമാണ്. സ്തോത്രം. ജീവിതം ക്ഷണനേരം മാത്രം, ആ നിമിഷങ്ങൾ മനുഷ്യൻ ഉന്നതൻ. ജീവിതം ക്ഷണനേരം മാത്രം, ആ നിമിഷങ്ങൾ മനുഷ്യൻ ഉന്നതൻ. ഞാനെന്ന ഭാവവും അഹങ്കാരവും ക്ഷണികമണീതം നോർത്തിടുക. ഞാനെന്ന ഭാവവും അഹങ്കാരവും ക്ഷണികമണീതം നോർത്തിടുക. ജീവിതം ക്ഷണനേരം മാത്രം, ആ നിമിഷങ്ങൾ മനുഷ്യൻ ഉന്നതൻ. ആ മനുഷ്യൻ ഉന്നതനായി കാണിക്കുകയാണ്. സ്തോത്രം. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ പൂജ്യമാണ്. സ്തോത്രം. പക്ഷേ സ്തോത്രം, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമെന്ന് അറിയുന്നവൻ ഏറ്റവും ഭാഗ്യവാനാണ്. സ്തോത്രം. ഭാഗ്യവതിയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അടുത്തത് വായിക്കാം. സ്തോത്രം. ഫിലിപ്പിയർ 1:23. സ്തോത്രം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. അത് അത്യുത്തമമല്ലോ. പൗലോസ് പറയാണ്. സ്തോത്രം. വിട്ടുപിരിഞ്ഞ് എനിക്ക് കർത്താവിനോട് കൂടെ ഇരിപ്പാൻ കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ ആമേ സ്തോത്രം ചിലപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ആമേ സ്തോത്രം എനിക്ക് വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിപ്പാൻ കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്ന്. സ്തോത്രം. ആത്മാർത്ഥമായി പറഞ്ഞവർക്കൊന്ന് കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞാനത് പറയാറുണ്ട്. ആമേ, ഈ ലോകത്തിൽ എന്തിനാ ഒത്തിരി വർഷം ജീവിക്കുന്നത്? ജീവിച്ചാൽ കർത്താവിനായി ചിലതൊക്കെ ചെയ്യണം. ആമേ, ജീവിച്ചാൽ കർത്താവിനായി ചിലതൊക്കെ നേടണം. ആത്മാക്കളെ നേടണം, കർത്താവിനെ പ്രയോജനപ്പെടണം. ആമേ. ഇല്ല. സ്തോത്രം. നോക്കുക, എന്നാൽ അതിലുപരി കർത്താവിനോട് ചേർന്നിരിക്കാൻ ചിലപ്പോഴൊക്കെ ആകാംക്ഷ ഉണ്ടാകാറുണ്ട്, ആഗ്രഹം ഉണ്ടാകാറുണ്ട്. ആമേ. കർത്താവിനോട് ചേർന്നിരിക്കാൻ ഇഷ്ടം വർദ്ധിക്കാറുണ്ട്. കാന്തനെ കാണുവാൻ ആർത്തി വളരും നീൻ, ഇല്ല പ്രത്യാശ മറ്റൊന്നിനും. കാന്തനെ കാണുവാൻ ആർത്തി വളരും നീൻ, ഇല്ല പ്രത്യാശ മറ്റൊന്നിനും. ചിരപ്രിയൻ വരും നിശ്ചയം, കണ്ടാലും വേഗം ഞാൻ വന്നിടാം എന്നൂര്. ചിരപ്രിയൻ വരും നിശ്ചയം, കാന്തനെ കാണുവാൻ ആർത്തി വളരും നീൻ, ഇല്ല പ്രത്യാശ മറ്റൊന്നിനും. കാന്തനെ കാണുവാൻ ആർത്തി വളരും
ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ ആമേ വരവിന് താമസം വയ്ക്കുന്നില്ല. ആമേസ്തോത്രം. ഇനിയും അനേകർ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടാ ലോകം മുഴുവനും യേശുവിന്റെ സുവിശേഷം എത്തണം. അപ്പോൾ കർത്താവിന്റെ വരവാകും. സ്തോത്രം, സ്തോത്രം. ആമയുടെ പൗലോസ് പറയുകയാണ്, ആമേ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ചേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് അത്യുത്തമമല്ലോ. സ്തോത്രം. എത്ര പേർക്ക് താല്പര്യമുണ്ട്? സ്തോത്രം. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും വർദ്ധിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ ആകത്താ, നീക്കി എന്റെ ശാപമെല്ലാം ചേർന്ന് പാടുക. ബൈബിളിൽ പോക്കി എന്റെ പാപമെല്ലാം തന്റെ ആകത്താ, നീക്കി എന്റെ ശാപമെല്ലാം താൻ ഭരിച്ചതാ. ഓർക്കും തോറും സ്നേഹമെന്ന് വർദ്ധിച്ചിടുന്നേ, ഓർക്കും തോറും സ്നേഹമെന്ന് വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേ തൻ കൂടെ വാഴാൻ എന്തു സാധ്യമോ, പാർക്കുന്നേ തൻ കൂടെ വാഴാൻ എന്തു സാധ്യമോ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ സ്തോത്രം. പൗലോസ് ആമേ സ്തോത്രം അവന്റെ ജീവിതത്തിൽ ആമേ സ്തോത്രം ഒത്തിരി കഷ്ടതകൾ അനുഭവിച്ചു. ആമേ സ്തോത്രം ഒത്തിരി ത്യാഗം അനുഭവിച്ചു. പലവട്ടം സ്തോത്രം അടി, ഉപദ്രവങ്ങൾ. സ്തോത്രം. ആമേ വെളിച്ചപ്പാടത്ത് സ്ത്രീയുടെ ശരീരത്തിലിരുന്ന ദുരാത്മാവിനെ മാറ്റിയതുകൊണ്ട് ആമേ സ്തോത്രന്റെ കോലുകൊണ്ട് അടിപ്പിച്ചു. ആമേ സ്തോത്രന്റെ വസ്ത്രം ഭരിച്ചു ഉരിഞ്ഞു. ആമേ അവന്റെ ആമത്തിലിട്ട് പൂട്ടി. ആമേ അന്ന് രാത്രിയോട് പ്രാർത്ഥിക്കുമ്പോൾ കാരാഗൃഹ പ്രമാണി കൂട്ടരും വിശ്വസിപ്പാൻ ആമേ കുടുംബം രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ആമേ കപ്പൽ ഛേദം, കാട്ടിലെ ആപത്ത്, നാട്ടിലെ ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ആമേ സ്തോത്രം പട്ടണത്തിലെ ആപത്ത്, ആമേ സ്തോത്രം പല വിധത്തിലുള്ള ആപത്തുകൾ. ആമേ ശീതം, നഗ്നത, പട്ടിണി, ആമേ പൈതാകം, ആമേ പല വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ ആമേ പൗലോസ് അനുഭവിച്ചു. ഒന്ന് കറിയെ 40 അടി 5 വട്ടം അവൻ ആമേ കൊണ്ടു. അവൻ പലവട്ടം കോലിനാൽ അടികൊണ്ടു. ആമേ കപ്പൽ ഛേദത്തിനായി എല്ലാ ആമേ സ്തോത്രം വേദനയുടെ ആമേ വക്കത്തിലാണ്. എങ്കിലും ആമേ പൗലോസിന്റെ ലക്ഷ്യത്തെ, ആമേ പൗലോസിന്റെ ദർശനത്തെ ആമേ സ്തോത്രം ആമേ മാറിപ്പോയിരുന്നില്ല. ആ പൗലോസ് ആമേ കർത്താവിനായി ഓടി ബിരുദം പ്രാപിച്ചു. അവൻ അവസാനം പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി എനിക്ക് നീതിയുടെ കിരീടം ആമേ എനിക്കായി കർത്താവ് വെച്ചിരിക്കുന്നു. അത് എനിക്ക് മാത്രമല്ല, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ എന്നവനെ പറയുവാനായി കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ സഭയെ, ഞാനും നീയും ദൈവത്തിന്റെ വേലക്കാരാ. ആമേ നീ തളർന്നു പോകരുത്. അടികൊണ്ടാൽ തളർന്നു പോകരുത്. ആമേ പരിഹസിച്ചാൽ തളർന്നു പോകരുത്. ആമേ നിന്ദയുണ്ടായാൽ തളർന്നു പോകരുത്. ആമേ നീ കർത്താവിനെ നോക്കി ഓടേണ്ടവനാ. ആമേ കർത്താവിനെ നോക്കി ഓടേണ്ടവനാ നീ. ആമേ എന്തുകൊണ്ട്? ആമേ ഉംബ്രാണ്ടും ആമേ തന്റെ ഭാര്യയും 85 പോളികാർപ്പ് ആമേ തുടങ്ങിയ ദൈവത്തിന്റെ വ്യക്തന്മാർ ആമേ ഗൃഹാസത്തും മക്കളും മരിച്ചിട്ടും തന്റെ ഭാര്യ ദൗത്യം എന്തുകൊണ്ട് ഏറ്റെടുത്തു? അവർക്കറിയാം ആമേ ഉത്തമമായ ഒരു ഭവനം ആമേ കർത്താവിനോട് വിട്ടുപിരിഞ്ഞ് ചേർന്നത് അത്യുത്തമമാണ്. അതിനാൽ അവർക്കറിയാം കർത്താവിന്റെ പൊന്നുവെന്ന് വിശ്വസ്തമായിരുന്നാൽ കർത്താവ് ഭവനത്തെ തരും. ആമേ മരണം വിലയേറിയതാണ്. ഒരു പുതിയ ഗൃഹപ്രവേശനമുണ്ട്. ആമേ അത്യുത്തമമായ പദവിയിൽ എത്തിച്ചേരുവാനായി കഴിയും എന്നവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ആമേ സ്തോത്രം പോളികാർപ്പ് ആമേ 85 വയസ്സിൽ നിന്റെ സ്തോത്രം ദൈവത്തെ തള്ളിപ്പറയുക, യേശുവിനെ തള്ളിപ്പറയെന്ന് പറയുമ്പോൾ ആമേൻ അവൻ പറഞ്ഞ വാക്ക്, 85 വയസ്സ് വരെയും എനിക്കൊരു ദോഷവും ചെയ്യാത്ത എൻ്റെ കർത്താവിനെ ഞാൻ തള്ളി പറയത്തില്ല. ആമേ സിപ്പോസ്നസിയും അവിടെ സ്തോത്രം മക്കളും ആമേ കർത്താവിനെ തള്ളി പറയാത്തൊരു കാരണമുണ്ട്. അവൾക്കൊരു ദർശനമുണ്ടായിരുന്നു. ആമേ അവൾ നിത്യതയിൽ ആമേ എത്തിച്ചേരുവാനായി അവൾക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ തള്ളി പറയാത്തത്. ആമേ ചില അപ്പന്മാർ മക്കളെ കൊന്നുകളയെന്ന് പറഞ്ഞ് ഭയന്നിട്ട് ആ
ഓർത്തിട്ട് ആമേ തള്ളിപ്പറയാൻ വായെടുക്കുമ്പോൾ ആമേ സംസാരിച്ചു തുടങ്ങിയ കൊച്ചുമക്കൾ പറഞ്ഞു, പാപ്പാ ഡാഡി ആയിരുന്നു. ആമേ കർത്താവ് അവിടെ കാത്തു നിൽക്കുക, യേശു അപ്പനവിടെ കാത്തു നിൽക്കുക. ആ കുഞ്ഞിന്റെ ദർശനം നിനക്കുണ്ടോ? ആ കൊച്ചു കുഞ്ഞിന്റെ ദർശനം നിനക്കുണ്ടോ ഈ രാത്രി? ആമേ നിനക്ക് ആ ദർശനമുണ്ട് എങ്കിൽ ആമേ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നീ പറയും. കർത്താവിനോട് ചേർന്ന് അത്യുത്തം എന്ന് പറയും. അത് ശ്രേഷ്ഠകരമായ ഒരു പദവി, ശ്രേഷ്ഠകരമായ ഒരു പദവി അത് ദൈവം ഒരുക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ കർത്താവ് സൗജന്യമായി അത് കൊടുക്കുന്നു. ശ്രേഷ്ഠകരമായ പദവി തന്നു മാനിച്ച ദൈവം വിശ്വസ്തൻ തന്നെ. ശ്രേഷ്ഠകരമായ പദവി തന്നു മാനിച്ച ദൈവം വിശ്വസ്തൻ തന്നെ. മാനിച്ച ദൈവം വിശ്വസ്തൻ തന്നെ. നമ്മെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന കർത്താവല്ല. സ്തോത്രം. എത്തേണ്ട സ്ഥലത്ത് എന്നെയും നിന്നെയും എത്തിക്കുന്ന കർത്താവാ. സ്തോത്രം. അവൻ വിശ്വസ്തൻ. അവൻ നിങ്ങളെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. സ്തോത്രം. പിശാചിനോട് എതിർത്ത് നിൽക്കുക. സ്തോത്രം. ദുഷ്ടനായവന് വഴിയിലുണ്ട്. ആമേ നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യുവിന്. സ്തോത്രം. കർത്താവ് നമ്മുടെ മുൻപിലുണ്ട്. സ്തോത്രം. ആമേ നടത്തുന്ന രാജരാജനായി. ആമേ സ്തോത്രം. സൈന്യത്തിന്റെ മുൻപിൽ കർത്താവുണ്ട്. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി. നായകനായുള്ള പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ അവനോട് ഒരുമിച്ച് ആമേ സ്തോത്രം കർത്താവിനെ എതിരേൽപ്പാൻ ആമേ മേഘങ്ങളിൽ എടുത്ത് കൊള്ളപ്പെടും. ആമേ സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹള ധ്വനിയോടുകൂടെ ആമേ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ആമേ മുൻപേ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ എടുത്തു കൊള്ളപ്പെടുകയും ചെയ്യും. ഈ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവിൻ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവുമായി ഒരു കൂട്ടായ്മ.
ആമേ ദൈവത്തിന്റെ ഭക്തൻ ആമേ വേർപെടുമ്പോൾ കർത്താവുമായ ഒരു കൂട്ടായ്മയെ അവിടെ കാണിക്കുന്നുണ്ട്. നാലാമതായി ആമേ കർത്താവുമായ ഒരു കൂട്ടായ്മ അവിടെ ആമേ സ്തോത്രം നമുക്ക് തരുന്നുണ്ട്. ആമേ ദൈവത്തിനെ പഠിപ്പിക്കുന്നു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ആമേ മനുഷ്യനായ നമ്മോടുകൂടെ കർത്താവ് വസിക്കുവാനായി ആഗ്രഹിക്കുന്നുണ്ട്. ആമേ കർത്താവ് ആമേ നമ്മോട് കൂടെ ഇരിപ്പാൻ അവൻ ഇമ്മാനുവേൽ എന്നത്രേ ദൈവത്തിനെ പഠിപ്പിക്കുന്നത്. ആമേ സ്തോത്രം നോക്കുക, യേശു കർത്താവ് നമ്മെ ആമേ സ്തോത്രം നയിച്ച് ജീവജലത്തിന്റെ നദിയുടെ കരയിൽ ആമേ സ്തോത്രം ആ ഉറവുകളിലേക്ക് നമ്മെ കൊണ്ടുപോകും. ആമേ സ്തോത്രം കർത്താവിന്റെ നാമം ആമേ സ്തോത്രം നമ്മുടെ നെറ്റിമേൽ ഇരിക്കും. സ്തോത്രം. യേശുവിൻ നാമം ഉന്നത നാമം, യേശുവിൻ നാമം പരിശുദ്ധ നാമം, യേശുവിൻ നാമം ശ്രേഷ്ഠ നാമം, യേശുവിൻ നാമം അത്ഭുത നാമം, യേശുവിൻ നാമം വിടുതലിൻ നാമം, യേശുവിൻ നാമം ശ്രേഷ്ഠ നാമം, യേശുവിൻ നാമം വിടുതലിൻ നാമം, യേശുവിൻ നാമം ഇൻപനാമം, യേശുവിൻ നാമം മേലായ നാമം, യേശുവിൻ നാമം ഉയർന്ന നാമം, യേശുവിൻ നാമം വിടുതലിൻ നാമം, യേശുവിൻ നാമം മരണത്തെ മാറ്റും, യേശുവിൻ നാമം ജീവനെ തരും, യേശുവിൻ നാമം സൗഖ്യനാമം, യേശുവിൻ നാമം വിടുതലെ തരും, യേശുവിൻ നാമം സൗഖ്യനാമം, യേശുവിൻ നാമം മരണത്തെ മാറ്റും, യേശുവിൻ നാമം ജീവൻ തരും, യേശുവിൻ നാമം രക്ഷയെ തരും, യേശുവിൻ നാമം നിത്യത തരും, യേശുവിൻ നാമം രക്ഷയെ തരും, യേശുവിൻ നാമം നിത്യത തരും, യേശുവിൻ നാമം ഉന്നത നാമം, യേശുവിൻ നാമം ശ്രേഷ്ഠ നാമം. ആ ശ്രേഷ്ഠമായ നാമം നമ്മുടെ നെറ്റിമേൽ ഇരിക്കും. സ്തോത്രം. ആമേ സ്തോത്രം. കർത്താവ് സ്തോത്രം വിളക്കായി അവിടെ ശോഭിക്കും. കുഞ്ഞാട് തന്നെ വിളക്കായിരിക്കുന്നു. അവിടെ രാവും പകലും അറിയത്തില്ല. കരങ്ങളെ തട്ടി ചേർന്ന് പാടുക. പ്രശോഭിതമായൊരു നാട്, ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു എത്ര സുന്ദര ദേശം, നല്ലൊരു പൂവന ദേശം, ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു പൂവന ദേശം. പോകണ്ടേ യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം, യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, വേഗം കാണാം, പ്രേമകാന്തനെ കാണാം, രൂപനെ വേഗമതിൽ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം, സഹിച്ചവരെ അടിയിടി കൊണ്ടു മരിച്ചവരന്ന് കഷ്ടതയെ സഹിച്ചവരും
മിശിഹായോടു വാഴുമ നാട്ടിൽ മഹോന്നതനെ കരങ്ങളെ തട്ടി ചേർന്ന് പാടുക. ഓ, ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്, അഭിഷേകത്തിന്റെ പുഷ്ടി ഇവിടെ ഉണ്ട്, ദൈവകൃപ ഇവിടെ ഉണ്ട്. ആമേൻ. ദൈവത്തിന്റെ ദൂതന്മാർ ഇവിടെ ഉണ്ട്, മാലാഖമാർ ഇവിടെ ഉണ്ട്, അഭിഷേകം ഇവിടെ ഉണ്ട്. ഓ, ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. Glory to God. The name of Jesus. Thank you, Holy Spirit of power. Living shout and recap to the legacy. Let us Jesus power living shout Jesus. Recap to the legacy. The name of Jesus power living shout Jesus. Everybody മാറിയവൻ തരും സുപ്രവസ്ത്രം അതെന്നെ ധരിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെ ഒഴുകിപ്പോകും. ആയിരം ആണ്ട് കർത്താവിന്റെ നാട്ടിൽ glory Jesus. മധ്യവാനിൽ 1000 ആണ്ട് നിവസിക്കും. Thank you, Jesus. Thank you, Father. Thank you, Holy Spirit. പ്രത്യാശയുടെ വിരോധം വെല്ലുവിളിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ നിന്റെ ശ്വാസകം ഭക്ഷിക്ക്. The name of Jesus power. Hallelujah. Hallelujah. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 56-ാം വാക്യം ഒരു വ്യക്തിക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 7 അതിന്റെ 56 5-ാമത് ആമേ സ്തോത്രം. കർത്താവ് തന്റെ ദാസന്മാർക്ക് ഒരുക്കുന്നത് ആമേ സ്വർഗ്ഗത്തിലൊരു സ്വീകരണം വായിച്ചു കേൾപ്പിക്കാം. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്നതും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മനുഷ്യപുത്രൻ നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് സ്തേഫാനോസ് പറഞ്ഞു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തേഫാനോസിന്റെ മരണസമയത്ത് ആമേ കർത്താവ് സ്തോത്രം മിണ്ടാതിരുന്നില്ലേ? ആമേ അവന്റെ സ്വർഗത്തിൽ ഒരു സ്വീകരണമുണ്ട്. ഇന്ന് രാത്രി ആമേ ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ ദാസന്മാരെ, നിന്റെ വേർപാടിൽ നിന്റെ മരണത്തിൽ നിനക്കൊരു സ്വീകരണം സ്വർഗത്തിലുണ്ട്. ഒരു സ്വീകരണം സ്വർഗത്തിലുണ്ട്. എന്റെ കർത്താവ് നിന്നെ സ്വീകരിച്ചു കൊണ്ടുപോവുക. സ്തോത്രം, 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 സ്തോത്രം. ആമേ ഈ സ്തേഫാനോസ് പറഞ്ഞു. ആമേ